ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് KSSMൻ്റെ അടുത്ത സ്കീം പഠിക്കാം. ഹങ്കർ ഫ്രീ സിറ്റി. ഹങ്കർ ഫ്രീ സിറ്റി എയിംസ് ടു പ്രൊവൈഡ് ഹൈലി സബ്സിഡൈസ്ഡ് മീൽസ്. അപ്പോൾ എന്താണ് നൽകുന്നത്? ഹൈലി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള മീൽസ് ആണ് നൽകുന്നത്. വൺസ് എ ഡേയിലാണ് നൽകുന്നത്. അത് പബ്ലിക്കിൽ നൽകാം. എങ്ങനെയാണ്? ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ ആണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് എൻഷുറിങ് ദാറ്റ് നോ പേഴ്സൺ ഇൻ ദ സിറ്റി ഗോസ് വിത്തൗട്ട് അറ്റ്ലീസ്റ്റ് 1 സ്ക്വയർ മീൽ എ ഡേ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അറ്റ്ലീസ്റ്റ് 1 സ്ക്വയർ മീൽ എ ഡേ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീം ഏതാണ്? ഹങ്കർ ഫ്രീ സിറ്റി. അപ്പോൾ ഫസ്റ്റ് സിറ്റി ഏതാണ് ഹങ്കർ ഫ്രീ സിറ്റി ആയിട്ട് ഉള്ളതെന്ന് ചോദിക്കാം. കോഴിക്കോടാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സിറ്റി ചോസൺ ഫോർ ദിസ്. നൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ മലപ്പുറം, കൊല്ലം ആൻഡ് ട്രിവാൻഡ്രം ആസ് വെൽ. അപ്പം ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലും ഇത് വന്നിട്ടുണ്ട്. ആദ്യം ഇത് വന്നത് കോഴിക്കോടാണ്. The scheme is being extended to Trivandrum medical colleges or government hospitals also. അപ്പം ഈ ഒരു സ്കീം എവിടെയൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജസ് അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പേഷ്യൻസിനും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നു. ആ ഒരു സ്കീമാണിത്. ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു പ്രൊവൈഡ് റൈസ് ബേസ്ഡ് മീൽ വിത്ത് വെജിറ്റബിൾ കറി ഡ്യൂറിങ് ലഞ്ച് ടൈം. അപ്പോൾ ലഞ്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൈസ് ബേസ്ഡ് മീലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിത്ത് വെജിറ്റബിൾ കറി. The patients will be given meal totally at free of cost at the hospitals or specified location. Lunch will be provided at free of cost to general public including bystanders. അപ്പം പേഷ്യൻസിന് മാത്രമല്ല ബൈസ്റ്റാൻഡേഴ്സിനും ഇവിടെ ലഞ്ച് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത. About 2,500 persons on an average are presently being provided free lunch in കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പം ഒരു ഇതും പറയുന്നുണ്ട്. ഏകദേശം 2,500 ആൾക്കാർക്ക് ആവറേജ് നോക്കുമ്പോൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഒരു ഫ്രീ ലഞ്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് സ്കീമിൻ്റെ പേര്? ഹങ്കർ ഫ്രീ സിറ്റി. അടുത്ത സ്കീം നമുക്ക് പഠിക്കാം. ആശ്വാസ കിരണം. എന്താണ്? ആശ്വാസ കിരണം. ഇത് പൂർണ്ണമായിട്ട് ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരെ കെയർ ചെയ്യുന്നവർക്ക് ഉള്ളതാണ് കേട്ടോ. ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്നവർക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, കെയർ ഗീവേഴ്സിനാണ് കേട്ടോ. Ashwasa Kiranam scheme envisages assisting the caregivers of physically and mentally disabled bedridden patients who are their family members or relatives. അപ്പോൾ ഫാമിലി മെമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം. എങ്ങനെയായിരുന്നാലും ഫിസിക്കലി ആയിട്ട് അല്ലെങ്കിൽ മെൻ്റലി ആയിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോ അവർ ബെഡ് റിഡൺ ആണ് എന്നുണ്ടെങ്കിൽ അവരെ നോക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ് ഈ ആശ്വാസകിരണത്തിൽ വരുന്നത്. എത്ര രൂപയാണ് കൊടുക്കുന്നത്? മന്ത്ലി 600 വെച്ചിട്ടാണ് ഈ ഒരു സ്കീം വഴി കൊടുക്കുന്നത്. ഓക്കെ, മന്ത്ലി 600 വെച്ചാണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? കെയർ ഗീവേഴ്സിനാണ്. ഹു ആർ അൺഏബിൾ ടു ടേക്ക് അപ്പ് എംപ്ലോയ്മെൻറ്റ് ഫോർ സെൽഫ് സസ്റ്റെയിൻസ്. അപ്പം ഇവരെ ഇങ്ങനെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്നത് കാരണം അവർക്ക് എംപ്ലോയ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മന്ത്ലി അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്ന രൂപയാണ് ഈ ആശ്വാസ കിരണത്തിൽ വരുന്നത്. എത്ര രൂപയാണെന്ന് നോക്കുക. 600 രൂപയാണ് പെർ മന്ത് കൊടുക്കുന്നത്. ഓക്കെ, the scheme came into effect from 2 August 2010 and all those who have been providing caregiving service to patients since 2 August 2010 will be paid monthly assistance with retrospective effect. This is apart from the pension given to the patient. അപ്പം ഇതെന്ന് പറയുന്നത് പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു പെൻഷനിൽ നിന്നും വ്യത്യസ്തമാണ് കേട്ടോ. ഇത് കെയർ ഗിവേഴ്സിന് മാത്രമുള്ളതാണ്. ഇത് എന്നാണ് വന്നിട്ടുള്ളത്? വിത്ത് എഫക്റ്റ് ഫ്രം 2 August 2010 എന്നാണ്. 2 August 2010. ഈ ഒരു ഏതൊക്കെയാണ് ഡിസീസ് കവറേജ് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതിൽ തന്നെ ഫുൾ ടൈം കെയർ ഗീവറായിട്ട് നിൽക്കുന്നവർക്കാണ്. അപ്പം ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കുന്നവരാണ്. ഫുൾ ടൈം ആയിട്ട് ഇവരെ നോക്കുന്നവർക്കാണ് ഈ ഒരു ഈ ഒരു സ്കീം
പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ളവരെ നോക്കുന്നവർക്ക് അല്ലേ, ഓട്ടിസം അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ, മെൻ്റൽ ഇൽനെസ് ഇങ്ങനെയുള്ളവരെ, അതുപോലെ 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിനെ, പിന്നെ വയസ്സായതുകൊണ്ട് ബെഡ് റിഡൺ ആകുന്ന ആൾക്കാരെ, അപ്പം ഇവരെ എല്ലാവരെയും നോക്കുന്നവർക്ക്, കെയർ ഗീവേഴ്സിനാണ് ഈ ആശ്വാസകിരണം കൊടുക്കുന്നത്. അടുത്ത സ്കീം സ്നേഹസാന്ത്വനം. എന്താണ് സ്നേഹസാന്ത്വനം? ഇത് എൻഡോസൾഫാൻ ബാധിച്ചവർക്കുള്ളതാണ് കേട്ടോ. ദിസ് സ്കീം ആക്ട് ആസ് എ റിലീഫ് മെഷർ ഫോർ ദ എൻഡോസൾഫാൻ വിക്ടിംസ് ഇൻ ദ സ്റ്റേറ്റ്. ഈ ഒരു സ്കീം വഴി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് ബെഡ് റിഡൺ ആയിട്ടുള്ള വിക്ടിംസിന് 2200 രൂപയും, എന്നാൽ ബെഡ് റിഡൺ ആയിട്ടുള്ളതും അതുപോലെ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നതുമായിട്ടുള്ളവർക്ക് 1700 രൂപയുമാണ് നൽകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, മാറിപ്പോരുത്. ബെഡ് റിഡൺ ആയിട്ടുള്ള എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുക്കുന്നത് 2200 രൂപയാണ്. ഓക്കെ, 2200 രൂപയാണ് ബെഡ് റിഡൺ ആയിട്ടുള്ള എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുക്കുന്നത്. ഇതിൽ തന്നെ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നവർക്ക് 300 രൂപ, ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നവർക്ക് 1700 രൂപയാണ് സ്നേഹസാന്ത്വനം സ്കീമിൽ കൊടുക്കുന്നത്. ഇതുകൂടാതെ മറ്റുള്ള എൻഡോസൾഫാൻ വിക്ടിംസിന്, ബെഡ് റിഡൺ ആയിട്ടുള്ളവരല്ല കേട്ടോ, അല്ലാത്ത എൻഡോസൾഫാൻ വിക്ടിംസുകാർക്ക് കൊടുക്കുന്നത് 1200 രൂപയാണ്. The financial assistance under the scheme has been granted from December 2010 onwards. അപ്പോൾ ഈ ഒരു സ്കീമിൽ പൈസ കൊടുക്കാൻ തുടങ്ങുന്നത് എന്ന് മുതലാണ്? ഡിസംബർ 2010 മുതലാണ്. It also aims educational assistance to the children of endosulfan affected families. ഇത് കൂടാതെ ഇതിലെന്താണ്, എൻഡോസൾഫാൻ അഫക്റ്റഡ് ഫാമിലീസിലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. പ്രൊവൈഡിംഗ് മന്ത്ലി അസിസ്റ്റൻസ് ഓഫ് ₹700 per month to the caregivers of endosulfan victims who are fully bedridden or mentally retarded under special ആശ്വാസകിരണം സ്കീം. നമ്മളിപ്പോൾ പഠിച്ചതുള്ളല്ലേ, ആശ്വാസകിരണം എന്ന് പറയുന്നത് കെയർ ഗീവേഴ്സിന് നൽകുന്നതാണ്. 600 രൂപയാണ് പെർ മന്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു 700 രൂപ നൽകുന്നുണ്ട്. എങ്ങനെയുള്ള ആൾക്കാർക്കാണ്? കെയർ ഗീവേഴ്സിന് തന്നെയാണ്. എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ കെയർ ഗീവേഴ്സിനാണ്. ഓക്കെ, ഇപ്പോൾ എൻഡോസൾഫാൻ ആയിട്ടുള്ള വിക്ടിംസ് ഫുള്ളി ബെഡ് റിഡണോ അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡോ ആയിട്ടുള്ള ആളാണെങ്കിൽ അവരെ നോക്കുന്നവർക്ക് മന്ത്ലി കൊടുക്കുന്ന പൈസയാണ് ₹700 എന്ന് പറയുന്നത്. അതും ഏതിലാണ് വരുന്നത്? ഈ ഒരു സ്കീമിലാണ്, സ്നേഹസാന്ത്വനത്തിലാണ് വരുന്നത്. ഇതുകൂടാതെ ചിൽഡ്രന് കൊടുക്കുന്നുണ്ട്. ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് 2000 രൂപ, 1 തൊട്ട് 7 വരെയുള്ള കുട്ടികൾക്ക് 2000 രൂപ. നമ്മൾ പറഞ്ഞില്ലേ എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. 8ാം ക്ലാസ് മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് 3000 രൂപയും, +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് 4000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക, ബഡ് സ്കൂളിലെ കുട്ടികൾക്കും 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്കും 2000 രൂപയാണ് കൊടുക്കുന്നത്. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 3000 രൂപയും, +1 +2 വിദ്യാർത്ഥികൾക്ക് 4000 രൂപയാണ് നൽകുന്നത്.